കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനയായ ഊട്ടോളി രാമനെ അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് സുരക്ഷിത ഇടത്ത് പാർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം. ആനയുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശ തർക്കത്തിൽ അന്തിമ വിധി വരുന്നതുവരെ വനംവകുപ്പ് കസ്റ്റഡിയിൽ ഊട്ടോളി രാമനെ പാർപ്പിക്കാനാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ ആനയുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നത്? കോടതി എന്തൊക്കെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ ഊട്ടോളി രാമൻ എന്ന കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനയുമായി ബന്ധപ്പെട്ട ഒരു ഉടമസ്ഥാവകാശ തർക്ക കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ഇതിനിടയിൽ കോടതി ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഈ ആനയെ സംരക്ഷിക്കാൻ നിലവിലെ ഉടമയായ കൃഷ്ണൻകുട്ടിക്ക് അനുമതി നൽകുകയും ചെയ്തിരുന്നു. ആ അനുമതി നൽകിയപ്പോൾ തന്നെ ഈ ക്ഷേത്ര എഴുന്നള്ളിപ്പിനോ മറ്റ് ഈ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കോ ഒന്നും ഈ ആനയെ ഉപയോഗിക്കരുതെന്ന ഒരു നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ഈ കൃഷ്ണൻകുട്ടി അത് ലംഘിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കോടതിയലക്ഷ്യ ഹർജി കോടതിയുടെ പരിഗണനയിൽ വന്നിരുന്നു. ജയകൃഷ്ണൻ മേനോൻ എന്ന വ്യക്തിയായിരുന്നു ഹർജി നൽകിയിരുന്നത്. ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ആനയെ ഈ എഴുന്നള്ളിപ്പിനും മറ്റും ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഈ അതിനെ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്നൊക്കെ കണ്ടെത്തിക്കൊണ്ട് സുപ്രീം കോടതിയെ അടിയന്തരമായി സംസ്ഥാന സർക്കാരിനോട് ഈ ആനയെ ഏറ്റെടുക്കുവാൻ വേണ്ടി, ആനയുടെ കസ്റ്റഡി ഏറ്റെടുക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആനയെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് പാർപ്പിക്കണമെന്നും സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ ആനയെ സംരക്ഷിക്കണമെന്നുമാണ് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കേസാണ്. കാരണം 2001 ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ നിന്ന് ഈ ഊട്ടോളി രാമൻ എന്ന ആനയെ, അന്ന് വളരെ ചെറിയ പ്രായത്തിൽ ആ ആനയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. തുടർന്ന് KV സദാനന്ദൻ എന്ന വ്യക്തി ആ ആനയെ അമൃതാനന്ദമയി മഠത്തിൽ നടക്കിരുത്തുകയാണ് ഉണ്ടായിരുന്നത്. 2017 വരെ ആന അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. 2017 ബതപ്പാടുകൾ കണ്ടതിനെ തുടർന്ന് അമൃതാനന്ദമയി മഠം ഈ ആനയെ നടക്കിരുത്തിയ വ്യക്തിക്ക് തന്നെ ഈ ആനയെ തിരികെ നൽകുകയാണ് ഉണ്ടായത്. തുടർന്ന് ആ വ്യക്തിയാണ് ഈ ആനയെ കൃഷ്ണൻകുട്ടിക്ക് നൽകിയതെന്നാണ് ഈ സുപ്രീം കോടതിയിലെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന രേഖകളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആനയെ പിന്നീട് പാപ്പാന്മാരും മറ്റും ഉപദ്രവിക്കുന്നത് കണ്ട് ഈ ആനയെ തിരികെ വേണമെന്ന് അമൃതാനന്ദമയി മഠം ആവശ്യപ്പെടുകയും അതൊരു നിയമ യുദ്ധത്തിലേക്ക് മാറുകയും ഉണ്ടായത്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലായിരുന്നു ആ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തിരുന്നത്. പിന്നീട് യുദ്ധത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ കാര്യത്തിൽ ആനയെ കസ്റ്റഡിയിലെടുത്ത് മാറ്റി പാർപ്പിക്കാനാണ് വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.